പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്ത. അറബിക്കടലിൽ രൂപം കൊണ്ട ടൌട്ടെ തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഗുജറാത്ത് തീരം കടക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വിഭാഗം മേധാവി ഡോക്ടർ പി സതീദേവി 24-നോട്. 9 ജില്ലകളിൽ റെഡ് അലേർട്ട്. 2 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ലഭിച്ചത് ശരാശരി 145.5 മില്ലിമീറ്റർ മഴ. കേരള തീരം സുരക്ഷിതമല്ലാതായി മാറുന്നത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് കടലിൽ മുങ്ങി. ലക്ഷദ്വീപിനടുത്ത് മുങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് 8 പേരുമായി യാത്ര തിരിച്ച മുരുകൻ തുണൈ എന്ന ബോട്ട്. ലക്ഷദ്വീപിലെ മിക്ക ദ്വീപുകളിലും ശക്തമായ കാറ്റോടുകൂടിയ മഴ. കൂടുതൽ നാശനഷ്ടം മിനിക്കോയ്, കൽപ്പേനി ദ്വീപുകളിൽ. കേരളത്തിലെ 2 നദികളിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. പത്തനംതിട്ട മണിമലയാറ്റിലും അച്ചൻകോവിലാറ്റിലും പ്രളയ സാധ്യതയെന്ന് കേന്ദ്ര ജല കമ്മീഷൻ. ഓറഞ്ച് മുന്നറിയിപ്പ് പുറത്തിറക്കി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ കലക്ടറുടെ നിർദ്ദേശം. മഴ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വടക്കൻ കേരളത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് NTRF കമാൻഡന്റ് S വൈദ്യലിംഗം. സർക്കാർ ആവശ്യപ്പെട്ട 9 ടീമുകളെ വിന്യസിച്ചു. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. തീരദേശ മേഖലകളിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്നും NTRF കമാൻഡന്റ് 24-നോട്. കനത്ത മഴയ്ക്ക് പിന്നാലെ ചെറുഡാമുകൾ നിറയുന്നു. മൂഴിയാർ ഡാം തുറന്നു. അരുവിക്കര, നെയ്യാർ, ഭൂതത്താൻകെട്ട് അണക്കെട്ടുകൾ ഭാഗികമായി തുറന്നു. ഇടുക്കി, മലങ്കര, കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പാംബ്ല ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നേക്കും. പത്തനംതിട്ട മണിയാർ ഡാം തുറന്നു. ഡാമുകളുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് KCB ചെയർമാൻ NS പിള്ള. തടസ്സപ്പെട്ട വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും KCB ചെയർമാൻ 24-നോട്. ഇടുക്കി ജില്ലയിൽ മുന്നറിയിപ്പുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ ജില്ലയിൽ യാത്രയ്ക്ക് നിരോധനം. ഇടുക്കിയിൽ NDRF സംഘത്തെ വിന്യസിച്ചു. തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ. ചാവക്കാട്, കൊടുങ്ങല്ലൂർ മേഖലകളിൽ രൂക്ഷമായ കടൽക്ഷോഭം. 500ഓളം വീടുകളിൽ വെള്ളം കയറി. 130 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളം ചെല്ലാനത്ത് ആശങ്കയൊഴിയുന്നില്ല. വീണ്ടും കടൽ കയറ്റം. 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജില്ലയിൽ ശക്തമായ മഴ. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട്. തിരുവനന്തപുരം വലിയതുറ പാലത്തിൽ വിള്ളൽ. ശക്തമായ കടലാക്രമണത്തിലും കാറ്റിലും പാലം അപകടാവസ്ഥയിൽ. പാലത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടി. പ്രദേശത്ത് പോലീസ് കാവൽ. ആലപ്പുഴയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. പുറക്കാട് മുതൽ ഒറ്റമശ്ശേരി വരെയുള്ള തീരദേശ മേഖലകളിൽ ശക്തമായ കടലാക്രമണം. തകർന്ന വൈദ്യുതി ബന്ധം ഇനിയും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വടക്കൻ കേരളത്തിലും ശക്തമായ മഴ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. തീരപ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മഞ്ചേശ്വരം മുസോഡിയിൽ കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നു. പ്രകൃതിക്ഷോഭ സാഹചര്യം നേരിടാൻ ജില്ലയിലെ പോലീസ് സജ്ജമാണെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. കടൽക്ഷോഭ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനം മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും AV ജോർജ്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് ഇന്ന് 32,000-ന് മുകളിൽ. 32,680 രോഗികളും 96 മരണവും. ഇന്ന് പരിശോധിച്ചത് 1,22,628 സാമ്പിളുകൾ. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ നാളെ അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ. കർശന നിയന്ത്രണം. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കാൻ 10,000 പോലീസുകാരെ വിന്യസിക്കും. ജില്ലാ അതിർത്തികൾ അടയ്ക്കും. ട്രിപ്പിൾ ലോക്ഡൌൺ ഉള്ള ജില്ലകളിൽ പലചരക്ക് കടകളും ബേക്കറികളും 1-2 ദിവസങ്ങൾ തുറക്കും. ബാങ്കുകൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പാൽ പത്ര വിതരണം രാവിലെ 6 മണിക്ക് മുൻപ് പൂർത്തിയാക്കണം. നിരക്ക് കുറച്ച സർക്കാർ ഉത്തരവിന് ശേഷവും കോവിഡ് ചികിത്സയ്ക്ക് അമിത ചാർജ് ഈടാക്കിയെന്ന പരാതി. 4 ദിവസത്തെ ചികിത്സയ്ക്ക് ഈടാക്കിയത് 1,00,000-ലേറെ രൂപ. ആരോപണം കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ സഞ്ജീവനി ആശുപത്രിക്ക് നേരെ. ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം നാളെ. മൃതദേഹം ഏറ്റുവാങ്ങാൻ സർക്കാർ പ്രതിനിധികൾ എത്താത്തതിൽ പ്രതിഷേധമറിയിച്ച് BJP.
ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. അഭയാർത്ഥി ക്യാമ്പ് തകർന്നു വീണ് 8 കുട്ടികളും 2 സ്ത്രീകളും അടക്കം ഒരു കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മരണം 142ആയി. വെസ്റ്റ് ബാങ്കിൽ 11 പേർ കൊല്ലപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് RSS. ആദ്യ തരംഗത്തിന് ശേഷമുള്ള അമിത ആത്മവിശ്വാസം വിനയായെന്ന് മോഹൻ ഭാഗവത്. കോവിഡ് പ്രതിരോധത്തിന് വാക്സിനേഷൻ നടപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഗ്രാമപ്രദേശങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കണമെന്നും ഉന്നതതല യോഗത്തിൽ നരേന്ദ്രമോദി. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ്. 24 മണിക്കൂറിനിടെ 3,26,098 പേർക്ക് രോഗബാധ. 3,890 പേർ കൂടി മരിച്ചു. രോഗമുക്തി നിരക്ക് 84%. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയ്ക്ക് പുറമെ മറ്റ് 6 വാക്സിനുകളെ കൂടി വാക്സിനേഷൻ പദ്ധതിയുടെ രൂപരേഖയിൽ ഉൾപ്പെടുത്തി ഇന്ത്യ. ജൂൺ മുതൽ രാജ്യത്തിന്റെ വാക്സിനേഷൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക 8 വാക്സിനുകൾ. കോവിഡ് ബാധിതർക്കായി DRDO വികസിപ്പിച്ച 2DG മരുന്ന് അടുത്തയാഴ്ച മുതൽ ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ 10,000 ഡോസ് മരുന്നുകൾ വിതരണം ചെയ്യും. മരുന്നിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് ഡോക്ടർ ആനന്ദ് നാരായൺ ഭട്ട്. സംസ്ഥാനത്ത് 18നും 45 വയസ്സിനും ഇടയിലുള്ളവർക്കുള്ള വാക്സിൻ വിതരണം തിങ്കളാഴ്ച മുതൽ. രജിസ്ട്രേഷൻ പുനരാരംഭിച്ചു. ആദ്യഘട്ടത്തിൽ രോഗികൾക്കും മുൻനിര പോരാളികൾക്കും മുൻഗണന. ഒഡീഷയിൽ നിന്ന് ഓക്സിജൻ എക്സ്പ്രസ് കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഒഡീഷയിൽ നിന്ന് വല്ലാർപാടത്തിലേക്കാണ് ട്രെയിൻ എത്തുക. പശ്ചിമബംഗാളിൽ നിന്ന് ഓക്സിജൻ എത്തിക്കാൻ കോയമ്പത്തൂരിൽ നിന്ന് ടാങ്കറുകൾ അയച്ചു. ഓക്സിജൻ നിറച്ച 2 ദിവസത്തിനകം ടാങ്കറുകൾ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. NCPയിലെ ആഭ്യന്തര തർക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിയെ സസ്പെൻഡ് ചെയ്തു. കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി. നേരത്തെ സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യ വിമർശനവുമായി റസാഖ് മൗലവി രംഗത്തു വന്നിരുന്നു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കോവിഡ് പോരാളികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നാണ് ആവശ്യം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും വാക്സിൻ നൽകുന്നതിൽ മുൻഗണന വേണമെന്നും വ്യാപാരികൾ. നടൻ ഉണ്ണി രാജൻ പി ദേവിന്റെ ഭാര്യ പ്രിയങ്കയുടെ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ. ഗാർഹിക പീഡനം ആരോപിച്ച് സഹോദരൻ നൽകിയ പരാതിയിൽ റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം റൂറൽ SP നിർദ്ദേശം. പ്രിയങ്കയെ വെമ്പായത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചുരുക്കണമെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം MP. പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം. സത്യപ്രതിജ്ഞ വെർച്വലാക്കി മാതൃകയാകണമെന്ന് IMA. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് പിണറായി വിജയൻ ഗവർണറെ കണ്ടു. LDF സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഒറ്റ സീറ്റുള്ള ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നാളെ. വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇടതുമുന്നണി യോഗം ചൊവ്വാഴ്ച. കോൺഗ്രസിൽ സമഗ്ര മാറ്റം ആവശ്യമെന്ന് നിയുക്ത MLA മാത്യു കുഴൽനാടൻ. ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പാർട്ടി മാറണം. ജംബോ കമ്മിറ്റികൾ കോൺഗ്രസിന് ദോഷം ചെയ്തു. പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്നവർ നേതൃനിരയിൽ വരണമെന്നും മാത്യു കുഴൽനാടൻ. ക്യാൻസർ അതിജീവന പോരാളി തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി നന്ദു മഹാദേവ അന്തരിച്ചു. മരണം കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത്. അതിജീവനമെന്ന ക്യാൻസർ പോരാളികളുടെ കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശ പകർന്ന വ്യക്തിത്വം. മുൻ കേരള ഗവർണർ RL ഭാട്ടിയ അന്തരിച്ചു. 99 വയസ്സായിരുന്നു. ബീഹാർ ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന ഭാട്ടിയ അമൃത്സറിൽ നിന്നും 6 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചിയിൽ ഓട്ടിസം ബാധിച്ച മകനെ ക്രൂരമായി മർദ്ദിച്ച അച്ഛനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കുട്ടിയെ വർഷങ്ങളായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ മട്ടാഞ്ചേരി സ്വദേശി സുധീർ റിമാൻഡിൽ. ദേശീയ വാർത്ത. രാജ്യത്ത് ലോക്ഡൌൺ നടപടികൾ ഫലം കാണുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.8% കുറഞ്ഞു. രോഗവ്യാപനം രൂക്ഷമായിരുന്ന ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപനം കുറഞ്ഞതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ. സ്റ്റിറോയിഡുകളുടെ ദുരുപയോഗം ബ്ലാക്ക് ഫംഗസ് അണുബാധയ്ക്ക് കാരണമാകുന്നതായി എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 500-ലധികം കേസുകൾ. പ്രമേഹമുള്ള കോവിഡ് ബാധിതരിൽ ഫംഗസ് ബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും രൺദീപ് ഗുലേറിയ.
2016 ഗ്യാസ് സിലിണ്ടർ നിയമത്തിൽ ഇളവ് വരുത്തി സർക്കാർ. വിദേശത്ത് നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ ഇറക്കാൻ പെസോ ഓൺലൈൻ സംവിധാനം വഴി അപേക്ഷിക്കാം. നടപടി മെഡിക്കൽ ഓക്സിജന്റെ സംഭരണവും വിതരണവും വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി. ഗുസ്തി താരം സുശീൽ കുമാറിനെതിരെ ജാമ്യമില്ലാ വാറണ്ട്. ദേശീയ ചാമ്പ്യനായ സാഗർ റാണിയെ കൊലപ്പെടുത്തിയ കേസിൽ സുശീൽ കുമാർ ഒളിവിൽ. ഹിമാചൽ പ്രദേശിലെ കർഫ്യൂ ഈ മാസം 26 വരെ നീട്ടി. വിവാഹ ചടങ്ങുകൾക്ക് 20 പേർക്ക് മാത്രം അനുമതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 31 വരെ അടച്ചിടും. ഹരിയാനയിൽ ബ്ലാക്ക് ഫംഗസ് നോട്ടിഫൈഡ് രോഗമായി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി അനിൽ വിജ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രോഗിക്ക് ബ്ലാക്ക് ഫംഗസ് കണ്ടെത്തിയാൽ CMOയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. രോഗം തടയുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അനിൽ വിജ്. മഹാരാഷ്ട്രയിലെ താനെയിൽ കെട്ടിടം തകർന്ന് 12 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 4 പേർ മരിച്ചു. അപകടമുണ്ടായത് ഉൽഹാസ് നഗറിൽ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. വീട്ടുവളപ്പിൽ കോവിഡ് സെന്റർ ഒരുക്കി കർണാടക ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മെ. 50 ബെഡുകളും അനുബന്ധ സൗകര്യങ്ങളും സജ്ജമാക്കി. അടുത്ത ദിവസം മുതൽ കോവിഡ് ബാധിതരെ പ്രവേശിപ്പിക്കും. കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് എന്നീ വാക്സിനുകൾ കൂടുതലായി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതി. കൂടുതൽ പ്ലാന്റുകൾ വാക്സിൻ നിർമ്മാണത്തിനായി മാറ്റിവെക്കും. പുതിയ പ്ലാന്റുകൾ ഒരുക്കുന്നതിൽ ഭാരത് ബയോടെക്കും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും നേതൃത്വം നൽകും. കൊൽക്കത്തയിലെ മദ്യവിൽപ്പനശാലകളിൽ വൻ തിരക്ക്. ആളുകൾ എത്തിയത് മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും. ആളുകൾ കൂട്ടമായി എത്തിയത് നാളെ മുതൽ ലോക്ഡൌൺ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ. അന്തർദേശീയ വാർത്ത. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 16,26,00,000 പിന്നിട്ടു. മരണസംഖ്യ 33 ലക്ഷം കടന്നു. 14,05,00,000-ലധികം പേർക്ക് രോഗമുക്തി. ഇസ്രായേലി വ്യോമാക്രമണത്തിൽ ഗസയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസ് തകർത്തു. ആക്രമണം നടത്തിയത് ഓഫീസ് തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നിമിഷങ്ങൾക്കുള്ളിൽ. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ അൽ ജസീറയുടെയും അസോസിയേറ്റഡ് പ്രസിന്റെയും കെട്ടിടങ്ങളാണ് തകർത്തത്. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തായ്വാൻ. തലസ്ഥാനമായ തായ്പേയിലും പരിസരത്തും 2 ആഴ്ച നീണ്ട നിയന്ത്രണങ്ങൾ. പൊതുപരിപാടികൾ പാടില്ലെന്ന നിർദ്ദേശം. കോവിഡ് കണക്കുകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തുന്നത് ഭീകരാക്രമണമെന്ന് ജർമ്മനി. ജനങ്ങളെ കൊന്നൊടുക്കുകയെന്ന ലക്ഷ്യമാണ് ഹമാസിനുള്ളതെന്നും ചാൻസലർ ആംഗല മെർക്കലിന്റെ ഉപദേഷ്ടാവ് സ്റ്റെഫൻ സെയ്ബർട്ട്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ജർമ്മനിയുടെ പ്രതികരണം. പോർച്ചുഗലിൽ തിങ്കളാഴ്ച മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം. പ്രവേശനാനുമതി കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക്. മധ്യ ചൈനയിൽ വീശിയടിച്ച 2 ചുഴലിക്കാറ്റുകളിലായി 12 മരണം. 400-ലധികം പേർക്ക് പരിക്ക്. ഷെങ്സിയിലും വുഹാനിലുമാണ് ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചത്. നിരവധി വീടുകളും ഫാക്ടറികളും തകർന്നു. ടിബറ്റ് വഴിയുള്ള എവറസ്റ്റ് പർവ്വതാരോഹണം നിർത്തിവെച്ച് ചൈന. തീരുമാനം പർവ്വതാരോഹകർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനൊരുങ്ങി മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാരിജാനി. ടെഹ്റാൻ ആണവ കരാറിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന അലി ലാരിജന്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമാകും. അമേരിക്കയിൽ കോവിഡ് ഫണ്ടിൽ നിന്ന് കോടികൾ തട്ടി ആഡംബര കാർ വാങ്ങിയ യുവാവ് അറസ്റ്റിൽ. സർക്കാരിന്റെ പേയ്മെന്റ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലൂടെ തട്ടിയെടുത്തത് $5 ലക്ഷം. ചൈനയിൽ ഈ വർഷം 9 ദശലക്ഷം വിദ്യാർത്ഥികൾ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടുമെന്ന് ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബിരുദം നേടുന്ന വിദ്യാർത്ഥികളിൽ 3,50,000 പേരുടെ വർധനമാണ് ഉണ്ടായത്. സ്പോർട്സ്. കേരള പോലീസ് ഫുട്ബോൾ ടീം മാനേജറായിരുന്ന അബ്ദുൽ കരീം അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പോലീസ് ടീമിന്റെ ആദ്യ മാനേജറായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയി. FA കപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ ചെൽസി ലെസ്റ്റർ സിറ്റിയെ നേരിടും. മത്സരം അല്പസമയത്തിനകം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടർന്ന് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചത് 3-4 ഗോളിന്. ഫെറാൻ ടോറസിന് ഹാട്രിക്. ഇറ്റാലിയൻ ലീഗിൽ യുവന്റസ് ഇന്റർ മിലാൻ പോരാട്ടം. മത്സരം അല്പസമയത്തിനകം. മറ്റൊരു മത്സരത്തിൽ FC റോമ ലാസിയോ FCയെ നേരിടും. പുതിയ ജേഴ്സി പുറത്തിറക്കി ഫ്രഞ്ച് ടീമായ PSG. ഹോം ജേഴ്സിയാണ് പുറത്തിറക്കിയത്. പ്രമുഖ സ്പോർട്സ് വെയർ ബ്രാൻഡായ നൈക്കിയാണ് ജേഴ്സി ഒരുക്കിയിരിക്കുന്നത്. പ്രാദേശിക വാർത്ത.
തിരുവനന്തപുരം ജില്ലയിൽ 3292 പേർക്ക് കോവിഡ് ബാധിച്ചു. 3097 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 2012 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. മ്യൂസിയം ഒബ്സർവേറ്ററി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന 3 കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. നെടുമങ്ങാട് പഴകുറ്റിയിൽ പ്രധാന റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം വിളപ്പിൽശാല നിലാംബരിയിൽ എൻ രാജഗോപാൽ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. KTDCയിൽ ജീവനക്കാരനായിരുന്നു. 24 റിപ്പോർട്ടർ ലക്ഷ്മി അരുണന്റെ ഭർത്തൃപിതാവാണ്. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് മുട്ടത്തറ ശ്മശാനത്തിൽ. കൊല്ലം ജില്ലയിൽ 2332 പേർക്ക് കൂടി കോവിഡ്. 2321 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 1765 പേർക്ക് രോഗമുക്തി. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം വേലിയേറ്റം രൂക്ഷമായതോടെ മൺട്രോത്തുരുത്തിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. കൊല്ലം ചവറയിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മറിഞ്ഞ് യുവാവിനെ കാണാതായി. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് സ്വദേശി സുധിയെയാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിൽ 1119 പേർക്ക് കൂടി കോവിഡ്. 1081 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 976 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ ജില്ലയിൽ 1996 പേർക്ക് കൂടി കോവിഡ്. 1993 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 1509 പേർക്ക് രോഗമുക്തി. കോട്ടയം ജില്ലയിൽ 2012 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 2010 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 2190 പേർക്ക് രോഗമുക്തി. കോട്ടയം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചിങ്ങവനം സർക്കാർ UP സ്കൂളിലും പെരുമ്പായിക്കാട് SNLP സ്കൂളിലുമാണ് ക്യാമ്പുകൾ. 6 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 737 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 715 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 619 പേർക്കാണ് രോഗമുക്തി. ഇടുക്കിയിൽ NDRF സംഘമെത്തി. കാറ്റിൽ കടപുഴകിയ മരങ്ങൾ മുറിച്ചുമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. 21 അംഗ NDRF സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാർ ഹെഡ്വർക്സ് ഡാം തുറന്നു. മുതിരപ്പുഴയാറിന് സമീപമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ഇതോടെ ജില്ലയിൽ തുറന്ന ഡാമുകളുടെ എണ്ണം 4 എറണാകുളം ജില്ലയിൽ 3744 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3620 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 3065 പേർക്ക് രോഗമുക്തി. മൈക്രോ ATM സേവനം സൗജന്യമാക്കി കൊച്ചി ഇൻഫോ പാർക്ക് ആസ്ഥാനമായ ആസ്വെയർ ഫിൻടെക് സർവീസ്. വീട്ടിലിരുന്ന് ഏസ് മണി ആപ്പ് വഴി ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ ഓർഡർ നൽകാം. വീട്ടിലെത്തുന്ന എക്സിക്യൂട്ടീവിന്റെ കൈവശമുള്ള സ്വൈപ്പിംഗ് മെഷീൻ വഴി പണമെടുക്കാം. തൃശൂർ ജില്ലയിൽ 3334 പേർക്ക് കൂടി കോവിഡ്. 3272 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 2742 പേർക്ക് രോഗമുക്തി. തൃശൂരിൽ പുസ്തകങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകി 6ാം ക്ലാസ് വിദ്യാർത്ഥിനി. തുക നൽകിയത് നെല്ലങ്കര സ്വദേശിയായ ശ്രീരഞ്ജന ബാലചന്ദ്രൻ. DYFI മണ്ണുത്തി ബ്ലോക്ക് കമ്മിറ്റിക്ക് തുക കൈമാറി. പാലക്കാട് ജില്ലയിൽ 3165 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3165 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 3102 പേർക്കാണ് ഇന്ന് രോഗം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സഹായവുമായി കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും 17,000 മാസ്കുകൾ, 200 ലിറ്റർ സാനിറ്റൈസർ, 350 കേസ് വെള്ളം എന്നിവയുടെ വിതരണം നടത്തി. ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് IPS ഇവ ഏറ്റുവാങ്ങി. പാലക്കാട്ട് തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ഭക്ഷണ വിതരണം നടത്തി സോസൈ ജവാൻസ് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി. ദിവസവും 100-ലധികം പേർക്കാണ് ഭക്ഷണ കിറ്റ് നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ 4782 പേർക്ക് കൂടി കോവിഡ്. 4521 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 3669 പേർക്ക് രോഗമുക്തി. കോവിഡ് പശ്ചാത്തലത്തിൽ മലപ്പുറം എടവണ്ണയിൽ അതിഥി തൊഴിലാളികൾക്ക് പരിശോധനാ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലപ്പുറത്ത് വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പഞ്ചായത്തിലെ കോവിഡ് ബാധിതരുടെ വീടുകൾ അണുമുക്തമാക്കി. പരിയാപുരം അങ്ങാടിയിലെ യൂത്ത് ലീഗ് കോവിഡ് ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്.
കോഴിക്കോട് ജില്ലയിൽ 2966 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2926 പേർക്ക് സമ്പർക്ക രോഗബാധ. ഇന്ന് 4725 പേർക്ക് കോവിഡ് മുക്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി മൈജി മാനേജിംഗ് ഡയറക്ടർ ഷാജി AK താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിലെ RRT അംഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് JT അബ്ദുറഹ്മാൻ കിറ്റുകൾ ഏറ്റുവാങ്ങി. FLTCയിലേക്കുള്ള മുഴുവൻ ബെഡ്ഷീറ്റുകളും മൈജി മാനേജിംഗ് ഡയറക്ടർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് ISO സർട്ടിഫിക്കേഷൻ. കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് ആപ്പ് വഴി 60 ദിവസത്തിനകം വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനാകും. വയനാട് ജില്ലയിൽ 702 പേർക്ക് കൂടി കോവിഡ്. 691 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 458 പേർക്കാണ് രോഗമുക്തി. കണ്ണൂർ ജില്ലയിൽ 1652 പേർക്ക് കൂടി കോവിഡ്. 1500 പേർക്ക് സമ്പർക്ക രോഗബാധ. 1504 പേർക്ക് രോഗമുക്തി. കണ്ണൂർ ജില്ലയിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ഇന്ന് വാക്സിനേഷൻ മുടങ്ങി. നടപടി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. ചുഴലിക്കാറ്റിനിടെ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി തീരസംരക്ഷണ സേന. കണ്ണൂർ തീരത്ത് ഇന്നലെ രാത്രിയോടെയാണ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. 3 മത്സ്യത്തൊഴിലാളികളെയും കൊച്ചിയിലേക്ക് എത്തിക്കും. കനത്ത മഴയിൽ കാസർഗോഡ് വിവിധ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശം. മടിക്കയിൽ 6ഓളം കർഷകരുടെ വാഴകൃഷി നശിച്ചു. ചെറുവത്തൂരിൽ മിന്നലേറ്റ് വീട് തകർന്നു. കാസർഗോഡ് പൊള്ളക്കട ദേശീയപാതയിൽ ചരക്ക് ലോറി തലകീഴായി മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മംഗളൂരുവിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറി. 100 ന്യൂസിലേക്ക് തിരികെ കാണാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ഇന്ത്യൻ അമേരിക്കൻ ചിത്രം സ്കേറ്റർ ഗേൾ റിലീസിനൊരുങ്ങുന്നു. അന്തരിച്ച നടൻ മക്മോഹന്റെ മകൾ മഞ്ജരിയാണ് ചിത്രത്തിന്റെ സംവിധാനം. ജൂൺ 11 ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. ഗായകൻ വിജയ് യേശുദാസ് നായകനാകുന്ന സിനിമ സാൽമണിലെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. 7 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിന്റെ മലയാള ഗാനത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നവാഗതനായ ജിജോ ജോർജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ദ സൗണ്ട് ഓഫ് ഏജ് എന്ന ചിത്രം OTT റിലീസ് ചെയ്തു. നെസ്ട്രീം, റൂട്ട് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത്. മുത്തുമണി സോമസുന്ദരൻ, കൈനഗിരി തങ്കരാജ് തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനില്ല എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് നേതൃത്വത്തിൽ വാർത്ത വന്നുവെന്ന് വ്യാജ പ്രചാരണം. കൃത്രിമമായി തയ്യാറാക്കിയ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ചിത്രങ്ങളോടെയാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. മമതാ ബാനർജിയോട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ബംഗാൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടുവെന്ന് പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. CSK ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് മമതാ ബാനർജിയോട് ഹൈക്കോടതി രാജി ആവശ്യപ്പെട്ടുവെന്ന വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത്. മെയ് 7 അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിനോടകം 2 ലക്ഷത്തോളം പേർ കണ്ടുകഴിഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ നിജസ്ഥിതി ആരായുക മാത്രമാണ് അന്നേ ദിവസം കൊൽക്കത്ത ഹൈക്കോടതി ചെയ്തത്. ഇതിന് മറുപടിയായി മെയ് 8 ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മെയ് 10 റിപ്പോർട്ട് പരിശോധിച്ച കോടതി സംഘർഷം നേരിടാൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തം. ആദ്യമായിട്ടല്ല CSK ന്യൂസ് വ്യാജവാർത്തകൾ പടച്ചുവിടുന്നതെന്ന് ചാനൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെന്ന വ്യാജവാർത്തയുടെ പ്രഭവ കേന്ദ്രവും ഇതേ ചാനൽ തന്നെയാണ്. ഇനിയിപ്പോൾ കിട്ടിയത്. മഹാരാഷ്ട്രയിൽ പുതുതായി 34,848 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 960 മരണം. 59,773 പേർക്ക് രോഗമുക്തി. ശംഖുമുഖം എയർപോർട്ട് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജോത് ഖോസ. കാൽനട യാത്രക്കാർക്കും നിരോധനം ബാധകം. കടലാക്രമണത്തിൽ റോഡ് തകർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഉത്തർപ്രദേശിൽ ഭാഗിക കോവിഡ് കർഫ്യൂ ഈ മാസം 24 വരെ നീട്ടി. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ. തമിഴ്നാട്ടിൽ പുതുതായി 33,658 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിടെ റിപ്പോർട്ട് ചെയ്തത് 303 മരണം. 20,905 പേർക്ക് രോഗമുക്തി. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ കടത്തിണ്ണയിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി മാണിക്യത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു.
കണ്ടിന്യൂസ് പൂർത്തിയാവുന്നു.